ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അറേബ്യൻ മസാലയുടെ റെസിപ്പിയും കൊണ്ടാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് കബ്സ, മന്തി, മലൂത്ത് എല്ലാ റൈസും അറേബ്യൻ റൈസസും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മസാലയാണിത്. അപ്പോൾ ഞാനിത് വളരെ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര റൈസ് ചോറുണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മസാലയുടെ അളവ് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ റൈസും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറാവും ഉണ്ടാവുക. അപ്പം ഇനി മുതൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കരുത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അപ്പോൾ ഈ മസാല എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു മസാലയാണ് കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട്. പച്ചമല്ലിയാണ്, വറുക്കാത്ത മല്ലിയാണ് കേട്ടോ. അതിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 2 കിലോ ചോറൊക്കെ വെക്കുന്ന സമയത്തേക്കുള്ള അളവാണ് കാണിക്കുന്നത്. ഒരു 8 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4-5 കഷ്ണം പട്ട, ചെറിയ ചെറിയ പീസാണ്. ഒന്നിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കരുത്. ഒക്കെ എല്ലാത്തിൻ്റെ ഒന്നിച്ചുള്ളൊരു ഫ്ലേവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൂടിപ്പോയാൽ ആ ഒരു ഫ്ലേവറാവും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം. പിന്നെ ഒരു 8 ഏലക്കായ, പിന്നെ ഒരു ബേ ലീഫാണ്, വയനയിലയാണ് നമ്മുടെ. പിന്നെ ഒരു ഉണങ്ങിയ ചെറുനാരങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യുക. ചോറ് എത്ര ഉണ്ടാക്കുന്നതിനനുസരിച്ചൊക്കെ ഉണ്ടാക്കുക. പിന്നെ കൂടുതൽ ഉണ്ടാക്കി വെക്കാത്തതാണ് നല്ലത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും ഇതൊക്കെ പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മതി. കുറഞ്ഞ ക്വാണ്ടിറ്റി എപ്പോഴും ഉണ്ടാക്കി വെച്ചാൽ മതി. എന്നാൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോവില്ല കേട്ടോ. പിന്നെ കുറച്ച് ബാലൻസ് വരികയാണെങ്കിൽ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. ഇത് നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമ്മൾ കബ്സ, മന്തി, ഏത് അറേബ്യൻ റൈസ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഈ അറേബ്യൻ മസാല വേണം. നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അറേബ്യൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇങ്ങനെ കബ്സ മസാല, അങ്ങനത്തെ അറേബ്യൻ മസാല ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാണ്ടിരിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് കേട്ടോ. നമുക്ക് നല്ല നല്ല റെസിപ്പികളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.